അർജുൻ ഇതിന്റെ സെറ്റപ്പ് ശരീരമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പടത്തിന് വേണ്ടി. ഏത് പടത്തിന്? ചത്താപ്പച്ച എന്നൊരു പടം അനൗൺസ് ചെയ്തായിരുന്നു ഇപ്പൊ ടൈറ്റിൽ. അപ്പൊ അതിന്റെ പരിപാടി, അതിന്റെ വർക്കിലാണ് അല്ലേ? അഭിലാഷം എങ്ങനെയുണ്ട് സിനിമ? നല്ലൊരു വേഷമാണ്. ഞങ്ങള് കുറെ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. അർജുന് കിട്ടിയിട്ടില്ല നമുക്ക്. നമ്മൾ ഇത്ര ചെയ്ത് പഠിപ്പിച്ച് അല്ല, ഞങ്ങൾ ഈ സിനിമയായിട്ട് കുറെ ക്യാമ്പസിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക ഞങ്ങള്. അത് ആക്ച്വലി ഞാൻ പ്രൊമോഷൻസ് ഉണ്ടാവാത്തൊരു പരിപാടിയായിരുന്നു. കാരണം അധികം ഇല്ല, ത്രൂ ഔട്ട് ഇല്ല പരിപാടിയിൽ. അപ്പോൾ ഷംസുവിനെ വിളിച്ചപ്പോൾ ഞാൻ റെഡി വരാം എന്നുള്ള രീതിയിൽ ചാടി പിടിച്ച് വന്നതാണ്. ഡേറ്റും കൊടുത്ത് പോന്നേക്കുവാണ്. ഞാൻ ബ്രേക്ക് ചെയ്തല്ലേ ഇപ്പൊ, ഞാൻ ഒരു 3 മാസത്തേക്ക് ബ്രേക്കിലാണ്. അതെ, എന്താണ്? ആ പടത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ട് പുതിയത്. അപ്പൊ അത് അതല്ലേ പഠിക്കാന്ന് വെച്ച്. അപ്പൊ അതിനുവേണ്ടി ഒരു സിനിമയുടെ പ്രൊമോഷൻ ഒന്നും പോവാതെ, ഈ പ്രൊമോഷൻ പോകാത്തല്ല, ഷൂട്ട് ഒന്ന് സ്കിപ്പ് ചെയ്ത് ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് കുറച്ച്. അല്ല, ഈ അഭിലാഷത്തിൽ എന്താണ് ക്യാരക്ടറിന്റെ പേര്? എന്താണ്? അൽതാജ് മന്തിക്കട നടത്തുന്ന താജുദ്ദീനാണ്. കോട്ടക്കലിലൊക്കെ കോട്ടക്കൽ താമസമായ പുത്തൻ പണക്കാരനാണ്. സ്വന്തം ബിസിനസ് ഐഡിയകളൊക്കെ ആയിട്ട് തുടങ്ങി ഇന്റർനാഷണൽ ലെവലിലേക്ക് മന്തിക്കട കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു സാധാരണ കോട്ടക്കലുകാരനല്ലേ? അപ്പം ഒരു വെറൈറ്റി കഥാപാത്രമാണ്. രസമാണ്. മറ്റേ തെറിച്ചെറിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. വായിൽ സംസാരത്തിന് ബ്രേക്ക് ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. എല്ലാവരും മറ്റേ ചിരിച്ചുകൊണ്ട് മാത്രം ഫുൾ ടൈം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റേ ഭയങ്കര ചിന്തിച്ചിട്ടൊന്നും സംസാരിക്കില്ല. ചിലപ്പോൾ മണ്ടത്തരൊക്കെ ഇരിക്കും പറയണത്, പക്ഷെ അതും ഹാപ്പി ആയിട്ട് പറയുന്ന ഒരു വ്യക്തി. ബ്രേക്ക് ഇല്ലാതെ സംസാരിക്കുന്നത് ഞാൻ കണ്ടാണ് ഇതിന്റെ ഡയറക്ടറാ. മൈക്കും കൊടുത്താൽ പിന്നെ ബ്രേക്കും ഉണ്ടാവില്ല. അപ്പൊ അത് കുറച്ചും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ഇത് ചിലപ്പോൾ അതായിരിക്കും ഇത്. ഞാനിപ്പോ കുറെ ദിവസം കൂടെ പോയോണ്ട് എനിക്ക് മനസ്സിലായിട്ട് അപ്പൊ അതായിരിക്കും. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ ശങ്കരേട്ടനും അങ്ങനെ തന്നെ. മൈക്ക് കൊടുത്താൽ പിന്നെ മൈക്കൊന്നും വിടില്ലല്ലോ. അപ്പൊ രണ്ടുപേരുടെയും ക്യാരക്ടറും തന്നു എനിക്ക് തോന്നുന്നു. എന്റെ അനുഭവം വെച്ചാ പറഞ്ഞത് ഇപ്പോഴത്തെ യാത്ര. പക്ഷെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അല്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറല്ല. മറ്റവരെ ഇഷ്ടപ്പെടില്ല. അത് പൊളിച്ചോട്ടോ. ഞാൻ തിരിച്ചു മറ്റവരെ ഇഷ്ടപ്പെടില്ല, പക്ഷെ അല്ല എല്ലാരും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഒരിക്കലും ഇല്ല. പക്ഷെ ഇത് ഒരു ചെറിയൊരു എല്ലാവരും ഇഷ്ടപ്പെടുത്തി ചിരിപ്പിച്ചിട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ഈ പോസ്റ്ററിൽ കാണുന്ന പോലെ ഇവരെ പ്രേമിക്കാൻ സമ്മതിക്കാത്തൊരു പോലത്തെ ഒരു ക്യാരക്ടർ. ഇടയ്ക്ക് കയറി നിൽക്കണം, ഇടയ്ക്ക് കയറി തടസ്സമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു കഥാപാത്രം. അതെന്താണെന്ന് സിനിമ കാണാം. സിനിമ ആയിട്ട് തീരുമാനിക്കും. ഈ നേരത്തെ നമ്മൾ ക്യാമ്പസിലൊക്കെ പോയിട്ട് സിനിമയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പഠിച്ചതാണ്. എങ്കിലും ഈ ഒരു സിനിമയോടുള്ള പ്രണയമുണ്ടല്ലോ, ഈ സിനിമയോടുള്ള പ്രണയം എനിക്ക് തോന്നുന്നു സൈജു തന്നെ ഈ ഒരു സിനിമയായിട്ട് മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ്. അതെന്തുകൊണ്ടാണ് അത്രയും പ്രണയം തോന്നി ഈ സിനിമയിലെ? സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴാണ് പ്രണയം ഉണ്ടായത്. ഈ കഥ ഉണ്ടാക്കാൻ വേണ്ടി ഞാനാണ് പറഞ്ഞത്. അതായത് ഈ കഥയല്ല, ഒരു പടം നമുക്ക് ഞങ്ങളൊരു അരമണിക്കൂറിൻ്റെ ഒരു സിനിമ ചെയ്തത്. അപ്പോൾ അതിന് സിനിമയെന്ന് ആക്ച്വലി പറയാൻ പറ്റില്ല. 4 അരമണിക്കൂർ വീതമുള്ള സിനിമകളുണ്ട്. അതിനകത്ത് ഒരു മറ്റേ ആന്തോളജി. അപ്പോൾ ആ സമയത്ത് ഷംസുവിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചത്. അപ്പോൾ ഇവരുടെ 7 ദിവസം കൊണ്ട് ഇവർ ആ പടം കംപ്ലീറ്റ് ചെയ്ത് ആ പടത്തിൽ ജനിത്ത് വളരെ മനോഹരമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പല രീതിയിലുള്ള ഇമോഷൻസിലൂടെയാണ് ആ കഥാപാത്രം പോകുന്നത്. അപ്പോൾ ഈ അരമണിക്കൂർ 32 മിനിറ്റ് കൊണ്ട് ഇവർ അത് ഭയങ്കര രസമായിട്ടത് ചെയ്തു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു ഫീച്ചർ ഫിലിം ചെയ്യാം. എന്നുവെച്ചാൽ ആ ടീമിനോട് എനിക്ക് അത്രയും ഇഷ്ടം തോന്നി. ഇപ്പോൾ ക്യാമറാമാൻ സജത് കാക്കു ആയാലും, മ്യൂസിക് ഡയറക്ടർ ശ്രീഹരി ആയാലും, റൈറ്റർ ജനിത് കാച്ചപ്പള്ളി. അപ്പോൾ ആ സെയിം ടീമാണ് ഇപ്പോൾ നമ്മുടെ അഭിലാഷത്തിലുള്ളത്. അതിൻ്റെ ഗംഭീരമായിട്ടുള്ള വിഷ്വൽസും നല്ല സ്റ്റോറി ടെല്ലിങ്ങും നല്ല മ്യൂസിക്കും ഒക്കെയാണ്. അതേപോലെ ഇപ്പോൾ അഭിലാഷത്തിൻ്റെ ഓൾറെഡി പാട്ടും വിഷ്വൽസൊക്കെ നമ്മൾ കണ്ടല്ലോ. അതെ അതെ. ഇപ്പോൾ ട്രെയിലറും റിലീസായി. ട്രെയിലറും അത്യാവശ്യം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അഭിലാഷം എന്ന് പറഞ്ഞ ആ കഥയോട് ഭയങ്കര സ്നേഹം തോന്നി. ഇത് ഒരു റൊമാൻറ്റിക് ലവ് സ്റ്റോറിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ചില മണങ്ങളോട് നമുക്ക് ഭയങ്കര ആ മണം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമുക്കത് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര നോസ്റ്റാൾജി അടിക്കും. ചിലപ്പോൾ ഒരു നല്ല സന്ദർഭത്തിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ ബാല്യകാലത്തിലോ ഒക്കെ ആ ഒരു മണം നമ്മൾ റെഗുലറായിട്ട് മണത്തിരുന്നു. അതിന് ശേഷം പിന്നെ ഒരു 10-15 വർഷത്തിന് ശേഷമായിരിക്കും നമുക്ക് ആ മണം കിട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ നമ്മുടെ ബാല്യകാലത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ പെർഫ്യൂം, സെൻറ്റ് അല്ലെങ്കിൽ നല്ല മണം, ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ കലർന്നിട്ടുള്ള ഒരു റൊമാൻറ്റിക് ലവ് സ്റ്റോറിയാണ് നമ്മൾ പറയുന്നത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.